ഇത് ഹരിദ്വാറിലൂടെ ഒഴുകുന്ന ഗംഗയാണ്. വളരെ മനോഹരിയായ ഗംഗ. നല്ല ഉരുളം കല്ലുകളൊക്കെ നമുക്ക് കാണാം. സ്വതവേ കാണുന്ന പോലെ ഒരു കുത്തിയൊലിച്ച് വലിയ ശക്തിയോടുകൂടിയൊന്നുമല്ല. ഹരിദ്വാറിൽ വേദവ്യാസ മന്ദിരത്തിൻ്റെ സമീപത്തായിട്ട് ഉള്ള സൗമ്യഭാവത്തിലുള്ള ഗംഗയുടെ ഒരു ഭാഗം. ദൂരക്കൂടെ വലിയ തോതിൽ ഗംഗ ദൂരത്തൂടെ പോകുന്നുണ്ട്. അത് ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഗംഗ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സൗമ്യമായിട്ടൊഴുകുന്നൊരു ഗംഗ. ഹരിദ്വാറിലാണ്. വേദവ്യാസ മന്ദിരത്തിൻ്റെ അടുത്തുള്ള ഒരു ഘാട്ടാണ്. ശ്രീ വ്യാസ ഘട്ട് എന്നാണ് ഇതിൻ്റെ പേര്. സമാധാനമായിട്ട് ഗംഗാ സ്നാനമൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ വേദവ്യാസ മന്ദിരമുണ്ട് കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ട്. കുറച്ച് ദൂരെയായിട്ടാണ് കാണുന്നത് നവഗ്രഹ മന്ദിരമാണ്. അടുത്ത് ആ ദൂരെ ഇലച്ചെടികൾക്കുള്ളിൽ കാണുന്ന നവഗ്രഹ മന്ദിരമാണ്. അതിമനോഹരമായിട്ടുള്ളൊരു പ്രകൃതിയാണ് ഇവിടെ. ഒരു ശാന്തമായ, എന്നാൽ വനം പോലെ വളർത്തിയ മരങ്ങളാണ്. ഒരു വനം പോലെയുള്ളൊരു മനോഹരമായിട്ടുള്ള അതീവ പ്രകൃതിരമണീയമായിട്ടുള്ളൊരു സ്ഥലം. ഗംഗാഘട്ടാണ്. ധാരാളം ആൾക്കാർ ഇവിടെ ഗംഗാഘാട്ടിൽ വ്യാസഘാട്ട് ധാരാളം ആൾക്കാരിവിടെ കുളിക്കാനും ഗംഗാതീർത്ഥം നെറുകയിൽ തളിക്കാനും ഒക്കെ വരുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള സന്ധ്യയാണിത്. സായങ്കാലം. നമാമി ഗംഗെ.